വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാത തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണി നടത്താനോ നവീകരിക്കുന്നതിനോ നടപടിയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. വാക്കുപാലിക്കാത്ത അധികാരികൾക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP. ജില്ലയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ പ്രധാനമായി ആകർഷിക്കുന്ന ഇടമാണ് അഞ്ചുരുളി. ദിനംപ്രതി നിരവധി ആളുകളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത്. അവധിക്കാലമായതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ ദുർഘടമായ പാതകളാണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ആരോപണം. അതോടൊപ്പം നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ 40 ലക്ഷം രൂപ റോഡ് മെയിന്റനൻസിനായി അനുവദിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് BJPയുടെ പരാതി. ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുരുളിയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നാട്ടുകാരുടെ നിരന്തരമായ സമരത്തെയും ആവശ്യത്തെയുമൊക്കെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഈ റോഡിന് മെയിൻ്റനൻസിന് 40 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും നിയമസഭയിലുമൊക്കെ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വളരെ പ്രതീക്ഷയിലാണ്. റോഡ് ഉടനെ നന്നാക്കി കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ മാർച്ചിലും ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള പണികൾ നടക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അടിയന്തരമായി ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഈ വഴി നന്നാക്കിയില്ലെങ്കിൽ ഈ അവധിക്കാലത്ത് വരുന്ന ടൂറിസ്റ്റുകളെയും നാട്ടുകാരെയും എല്ലാം വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഈ അഞ്ചുരുളി റോഡ് ശരിക്കും പറഞ്ഞാൽ ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായ രീതിയിലല്ല കിടക്കുന്നത്. കക്കാട്ടുകട മുതൽ അഞ്ചുരുളി വരെയുള്ള റോഡ് ഭയങ്കര കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റ് വണ്ടികൾ, ബസ്സും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനകത്ത് അധികാരികൾ ഇടപെട്ട് ഈ വഴി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. പലപ്പോഴും റോഡിനായി വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നും നടപടികളിലേക്ക് എത്തുന്നില്ലെന്നുമുള്ള വിമർശനവും ശക്തമാണ്. വിനോദസഞ്ചാരികൾക്ക് പുറമെ പ്രദേശവാസികളും ഏറെ യാത്രാക്ലേശം നേരിടുകയാണ്. ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് അടക്കമുള്ള പാതയാണ് ഇത്തരത്തിൽ ദുർഘടമായി കിടക്കുന്നത്. പല ഭാഗങ്ങളിലും ടാറിങ് ഇളകി മെറ്റലുകൾ നിരന്നു കിടക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. അധികാരികൾ അനാസ്ഥയൊഴിഞ്ഞ് അടിയന്തരമായി പാത നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അതോടൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള അധികാരികൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് BJP കാഞ്ചിയാർ ഏരിയ കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.